ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്ന് കളിക്കാൻ പോകുന്ന ട്രക്ക് സിമുലേറ്റർ യൂറോപ്പ് എന്ന് പറയുന്ന ഗെയിമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ബസ്സിൻ്റെ ഗെയിം ഇട്ടായിരുന്നു. അതുപോലെ നമ്മളിന്ന് ട്രക്കാണ് കളിക്കാൻ പോകുന്നത്. നമുക്കിനി ട്രക്കിന് ആദ്യം ലോഡർ കണക്ട് ചെയ്യണം. അതിൽ അങ്ങോട്ടാണ് പോകേണ്ടത്. അപ്പോൾ നമുക്കൊന്ന് വണ്ടി എടുക്കണം. വണ്ടി എടുക്കൂ, പൊങ്ങൂ. ഗൈസ് അങ്ങനെ പൊങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മുടെ കണ്ടെയ്നറിൽ പോയിട്ട് കണക്ട് ചെയ്യണം. അതാണ് നമുക്ക് ചെയ്യേണ്ടത്. എന്നിട്ട് അതും കൊണ്ടാണ് നമ്മൾ പോകേണ്ടത്. ഏതായാലും നമുക്ക് തിരിച്ച് കണക്ട് ചെയ്തിട്ട് നേരെ അതും എടുത്ത് നേരെ ഈ റോഡിലേക്ക് ഇറങ്ങണം. അതൊരു സ്ഥലത്ത് എത്തിക്കണം, ഒരു ഫാമിലാണ് എത്തിക്കേണ്ടത്. അപ്പോൾ ഞാനത് കണക്ട് ചെയ്യട്ടെ. അപ്പോൾ ഗൈസ് നമ്മൾ കണക്റ്റൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ നമ്പർ പ്ലേറ്റ് നോക്കി ക്രേസി ബോയ് ഞാൻ മോനെ ചെയ്യുന്നല്ലേ. അപ്പം ഗൈസ് നമ്മളിനി നേരെ ഇതെടുത്ത് നേരെ വിടുവാണ്. ക്യാമറ തിരിക്കട്ടെ. ഇതല്ല ഇതാണ് എനിക്ക് വേണം. എനിക്ക് എപ്പോഴും ഈ ട്രക്കൊക്കെ ഓടിക്കുമ്പോൾ ഉള്ളിലത്തെ ക്യാമറ വേണം, അതാണ് നല്ലത്. അപ്പം ഗൈസ് നമുക്ക് നേരെ ഇനി വണ്ടി അതിലാണ് കയറ്റിയത്. അപ്പോൾ ഇതിലെ ഞാൻ ഇറക്കണം, അല്ലത് അത് തുറക്കൂല, ഇതേ തുറക്കുള്ളൂ. അപ്പം ഗൈസ് നമ്മൾക്കിനി നേരെ ഇറങ്ങി റോഡിലേക്ക് ഇറങ്ങുവാണ്. യെസ്, അങ്ങനെ റോഡിലേക്ക് ഇറങ്ങി. ഇപ്പം നല്ല കോട മഞ്ഞൊക്കെ ഉണ്ട് ഗൈസ്. ഇതിന് നല്ല ഗ്രാഫിക്സ് ഉണ്ട് കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്നിടത്തെ ഗെയിമല്ല. ഇതിപ്പം മഞ്ഞായതുകൊണ്ട് കുറച്ചും കൂടെ എത്തിക്കോട്ടെ, കണ്ടാൽ ഞെട്ട് പോവും, അത്രയും സീനായിരിക്കും. തട്ടലടാ ഡാമേജ് ആക്കുവാണ്. കിടന്ന് ഉറക്കാൻ തോന്നുന്നു. മഞ്ഞൊക്കെ കണ്ടപ്പോൾ ഉറക്കം വരാൻ തോന്നുന്നു അവന്. എന്തുവാ ഗൈസ്, പതുക്കെ പോകുന്നതിന് വലിയ സ്പീഡും ഇല്ല. ഫുള്ള് മഞ്ഞ്. 46-48 ആയിട്ടാണ് പോകുന്നത്. അപ്പം ഗൈസ് നമുക്കിനി 17 മിനിറ്റ് ഉണ്ട്. ലൊക്കേഷൻ നമുക്കിവിടെ ഗൂഗിൾ മാപ്പ് ആയിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും, അത് സ്ക്രീൻ കിട്ടാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത്, മഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ട ഗൈസ്. ഇപ്പുറത്തൊക്കെ നോക്ക്, വലിയ ക്ലാരിറ്റി തോന്നുന്നില്ലെങ്കിലും അത്യാവശ്യം പക്ഷേ സീനാണ് കേട്ടോ ഗൈസ്, പൊളിയാണ്. അപ്പോൾ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഗൈസ് നമ്മളങ്ങനെ ഹൈവേയിലോട്ട് കയറിയിട്ടുണ്ട്. ഇതാണ് ഹൈവേ. അപ്പോൾ നമുക്കിനി നേരെ ഇവിടുന്ന് നേരെ കുറേ പോകണം. എന്നിട്ട് ഒരു ഷോർട്ട് കട്ട് കയറണം. അതിലേ കയറിയിട്ടൊരു ഫാമുണ്ട്, അവിടെയാണ് നമുക്ക് ഇത് എത്തിക്കേണ്ടത്. ഫാമിലേക്ക് വെക്കേണ്ട എന്തൊക്കെയോ സാധനങ്ങളാണ് ഉള്ളത്. നമുക്കിനി ഇനി 80 കിലോമീറ്റർ എങ്ങാണ്ടുണ്ട്. അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ചെക്ക് പോസ്റ്റിൽ എത്തിയിട്ടുണ്ട്. നമുക്കിനി ചെക്ക് പോസ്റ്റിൽ കയറണം. നമ്മുടെ മുമ്പിൽ കുറേ വണ്ടികളൊക്കെ കയറി പോകുന്നുണ്ട്. ഇനി വലിയ സ്പീഡില്ലാത്തതുകൊണ്ട് നമുക്ക് കയറാൻ പറ്റുന്നില്ല. ഇതാണ് ട്രക്കിൻ്റെ വഴി. അപ്പോൾ നമ്മളങ്ങനെ കയറുകയാണ്. ഇവിടെ ഇനി പൈസ കൊടുക്കേണ്ടി വരും. അതെൻ്റെ കയ്യിൽ തന്നെ എടുക്കണം, കമ്പനിയൊന്നും തരില്ല. ശമ്പളമോ കുറവ്, ഇതിനെങ്കിലും പൈസ തരുമായിരുന്നെങ്കിൽ. ഗൈസ് അങ്ങനെ നമ്മൾ വന്നിട്ടുണ്ട്, പൈസ പേ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ തുറന്നു വന്നിട്ടുണ്ട്, നമുക്ക് നേരെ പോകാം. അപ്പം ഗൈസ് കണ്ട ഗൈസ്, ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടല്ലേ ലൊക്കേഷൻ്റെ ഇത്? ഞാൻ വെച്ച് നിങ്ങൾ കാണുന്നില്ല എന്നാട്ടോ, അതാ ഞാൻ അങ്ങനെ പറഞ്ഞു. എൻ്റെ മോൻ ഏതാ സീൻ ഗൈസ്, ഏതാ ഗ്രാഫിക്സ് എന്ന് നോക്കിയത് നിങ്ങൾ. ഫുള്ള് ഇപ്പുറത്ത് കാടും അതിൻ്റെ മുകളിൽ ചെരുവിലാണ് ഗൈസ് സ്കൂളും എയർപോർട്ടും ഒക്കെ കൊണ്ടുവച്ചേക്കുന്നത്. അങ്ങോട്ട് വലിയൊരു കയറ്റം, അവിടെ കുറേ എയർപോർട്ടും സ്കൂളും അതുമൊക്കെ ഗൈസ്. ഇതാണ് നമ്മുടെ എയർപോർട്ട്. ചെരുവിൽ കയറ്റം പോലെ എയർപോർട്ട് പറന്ന് പോവാം ഗൈസ്. ഞാൻ ഇങ്ങനെ ക്യാമറ തിരിച്ച് കാണിച്ചു തരുന്നതാണ് കേട്ടോ ഗൈസ്. ഇതാണ് നമ്മുടെ എയർപോർട്ട്. അവിടെ അതാ ഗൈസ് നമ്മുടെ മുമ്പിൽ കാണുന്നത് കണ്ടോ, എയർപോർട്ട് പറന്ന് ഇറങ്ങുന്നുണ്ട്. അതാ ഒരെണ്ണം പറക്കുന്നു ഗൈസ്, ഒരെണ്ണം പറക്കുന്നുണ്ട്. ഇപ്പോൾ 2-3 ലാൻഡ് ചെയ്തായിരുന്നു, കുറച്ചൊന്നും പറക്കുന്നു പോകുന്നു. അതാ ഒരെണ്ണം പറന്നു പോകുന്നു ഗൈസ്. മോനെ, കയറ്റത്തിൽ കൂടെ ഇങ്ങനെ പറന്നങ്ങ് പോവുക. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ നടന്നത്. കാരണം ഇപ്പുറത്ത് നെല്ലൊക്കെ എന്തായാലും അതിന് പറയുക, നെല്ലൊക്കെ നെല്ലല്ല ഗൈസ്, പൂവാട്ടോ അത് ഗൈസ്. ഇതാണ് നമ്മുടെ എയർപോർട്ട്. സൈഡിൽ കാണുന്നത് സീനാട്ടാ. എയർപോർട്ടൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ അതാ ഗൈസ് പറഞ്ഞ ലാൻഡ് ചെയ്ത് തരുന്നത്. അത് നമുക്കിവിടെ നിർത്തി കാണാം ഗൈസ്, ലാൻഡ് ചെയ്ത് നിർത്തി കാണാം. ഇങ്ങനെ പറന്ന് പോകുന്നുണ്ട്. ഞാൻ ഗെയിമിൽ പോലും ഇങ്ങനെ കണ്ടിട്ടില്ല ഗൈസ് ലാൻഡ് ചെയ്ത് വരുന്നത്. എവിടെ പോയി? ഗൈസ് അത് പോയി, അത് ലാൻഡ് ചെയ്ത് അങ്ങോട്ട് കയറിയിട്ടുണ്ട്, കൂട്ടി കയറിയിട്ടുണ്ട് അത്. അപ്പം നമുക്കിനി പോകാൻ നമുക്ക് സമയമില്ല, നേരെ പോവാം. വണ്ടി പോട്ടെ കഴിഞ്ഞ സ്പീഡില്ലാത്തത് ഈ തുടക്കത്തിലെ പ്രശ്നമാണ് തോന്നുന്നു. വലിയ സ്പീഡൊന്നും അങ്ങോട്ട് വരുന്നില്ല. പോട്ടെ വണ്ടി പോട്ടെ. അപ്പം ഗൈസ് ഇനി എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ, ഇനി വലിയ MB ഒന്നുമില്ല. 100 അത് കാരണം പറഞ്ഞു പോകുന്നു ഗൈസ്. റെഡ് ലൈറ്റും കത്തിച്ചുണ്ട്. ഇനിയോട് 100 എത്രയോ MB ഉള്ളൂ. എന്നിട്ട് ഇത്രയും സീനായിട്ടുള്ള ഗ്രാഫിക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെയാണ് ഗൈസ്. നമുക്കൊന്ന് പെട്രോൾ അടിക്കണം, ചെറിയ പെട്രോൾ ഇല്ല. അപ്പം നമുക്ക് പെട്രോൾ പമ്പിലേക്ക് കയറ്റാം. ഇവിടെ ഇനി പൈസ കൊടുക്കണം, അതും ഞാൻ തന്നെ എടുക്കണം. എന്ത് കഷ്ടമാണ്.
വണ്ടി നിർത്തണോ? ആ അത്യാവശ്യം പെട്രോൾ ഉണ്ടായിരുന്നല്ലേ, എന്നാലും അടിച്ചു കളഞ്ഞ അതിന് ശമ്പളം കൂട്ടി അങ്ങ് വാങ്ങിയാൽ മതി. ആയിക്കൊണ്ടിരിക്കുകയാണ്. കുടു 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 ഗൈസ്, നമ്മളിങ്ങനെ അടിച്ചിട്ടുണ്ട്. ഈ അടിയിൽ ഇങ്ങനെ ഓരോ പരസ്യം വരുന്ന എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ ഗൈസ് പെട്രോളൊക്കെ അടിച്ചിട്ടുണ്ട്. നമുക്ക് നേരെ ഇനി വണ്ടി എടുത്ത് നമ്മുടെ സ്ഥലത്തേക്ക് പോവാം. തത്താണ്ട് മുട്ടാണ്ട് പോണേ, എപ്പോഴാണ് പൊട്ടിത്തെറിക്കാമെന്ന് പറയാൻ പറ്റൂല. അങ്ങനെ ഗൈസ് നമ്മളെങ്ങനെയാണ് എൻ്റെ ഇപ്പോഴത്തെ റോഡ് ആക്കുന്നത്. ആ ലോറിയൊക്കെ എടുക്കണമായിരുന്നു. അമ്മ ഈ ചാട്ട ലോറിയും പിടിച്ച് നടക്കുകയാണ്. ഗൈസ് ഇപ്പോൾ വീണ്ടും കോടമഞ്ഞ് വന്നിരിക്കുന്നു. എന്തുവാല്ലേ. അപ്പം ഗൈസ് നമ്മളങ്ങനെ വീണ്ടും റോഡിലേക്ക് കയറുവാണ്. വണ്ടിയുണ്ടോ രണ്ട് കണ്ണാടിയോടെ നോക്കട്ടെ. മണിയൊന്നുമില്ല ഗൈസ്, നേരെ വിട്ടേക്കാം. അപ്പം ഗൈസ് ഇനി നമുക്ക് നേരെ വിട്ടേക്കാം. ഇപ്പോഴത്തെ ഇതാ ഗൈസ് ട്രാക്ടറൊക്കെ കളിക്കുന്നു. എന്നെയൊക്കെ ഓവർടേക്ക് ചെയ്ത് പോകുന്നു. അതാ പറഞ്ഞാൽ ഇത്ര ഈ വണ്ടി ഈ ഗെയിമിലല്ല, ഈ വണ്ടിക്ക് ഒട്ടും സ്പീഡില്ല. എന്താണെന്ന് ആർക്കറിയാം. അപ്പം ഗൈസ് ഇതിൻ്റെ പാർട്ട് 2 വരുന്നതായിരിക്കും. വെയിറ്റ് ചെയ്യണേ.